ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് ചെടികൾ മാറ്റി നടുവാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നല്ല ഉമി കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ഉമീൻ്റെ ഒപ്പം നമുക്ക് ഇതിലേക്ക് ചേർത്താൻ വേണ്ടിയിട്ട് കുറച്ച് ചുവന്ന മണ്ണും കൂടെ ഉണ്ട് കേട്ടോ. അപ്പം അതിന് പോട്ട് എടുത്തിട്ടുണ്ട്, കുഞ്ഞു പോട്ടാണ്. പോട്ടിൽ ചെറിയ പ്ലാന്റാണ്, അപ്പോൾ ഇതിൽ നട്ടാൽ മതിയല്ലോ. അപ്പം നന്നായിട്ട് പോട്ടിൻ്റെ താഴെ ഓട്ടൊക്കെ ഇട്ട് കൊടുക്കണം. കാരണം വെച്ചാൽ ഇനി നല്ല മഴയല്ലേ വരുന്നത്, അപ്പോൾ വെള്ളം കിട്ടിയാൽ നമ്മൾ പ്ലാന്റൊക്കെ പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പം നമുക്ക് ഈ ഉമിയും മണ്ണും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ ഉമി ഞാൻ യൂട്യൂബിൽ കുറേ നോക്കി. അപ്പോൾ അത് പ്ലാന്റിനൊക്കെ നല്ലതാട്ടോ. ഇൻഡോറായിട്ട് വെക്കുന്ന ചെടികൾക്കും നല്ല നീർവാർച്ച വേണ്ട ചെടികൾക്കൊക്കെ നല്ലതാണ്. അപ്പം ഞാനിവിടെ നടാൻ പോകുന്നൊരു പ്ലാന്റ് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ അസേലിയ പ്ലാന്റ് ഇല്ലേ, അതാണ്. അപ്പം ഇതാ പോട്ടിലേക്ക് നമുക്ക് ഈ പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുക്കാം, എന്നിട്ട് പ്ലാന്റ് എടുക്കാം. ഇതാണ് കേട്ടോ അസേലിയ പ്ലാന്റ്. ഇത് വൈറ്റ് ഫ്ലവർ ഉണ്ട് ഇതിൽ. അപ്പോൾ ഇത് ഒട്ടും വെയിറ്റ് ഇല്ല കേട്ടോ. ഇതിൻ്റെ ഒരു പോട്ടിംഗ് മിക്സ് എന്ന് പറയുമ്പോൾ ഒരു വെയിറ്റ് ഇല്ലാത്ത കുറച്ച് കരിയിലയുടെ പൊടിയൊക്കെ ആയിട്ടുള്ള ഒരു പോട്ടിംഗ് മിക്സ് ആട്ടോ. അപ്പോൾ നമുക്ക് ഈ റൂട്ടിനൊന്നും കേടുപാട് പറ്റാതെ നമുക്ക് ഇതുപോലെ തന്നെ ഈ ഒരു പോട്ടിംഗ് മിക്സിലേക്ക് വെച്ച് കൊടുക്കാം. കൂടുതലും മണ്ണ് മാറ്റിക്കളഞ്ഞാൽ ചെടിക്ക് വാട്ടൊക്കെ വരും, റൂട്ടിളകിയാൽ. അപ്പം ഇങ്ങനെ ചെയ്തു വെക്കാം കേട്ടോ. അപ്പോൾ എന്താ നന്നായിട്ട് പോട്ടിംഗ് മിക്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് സെറ്റാക്കാം. ഈ ഒരു പ്ലാന്റ് ഞാൻ കോഴിക്കോടായിരുന്ന സമയത്ത് കുറേ വാങ്ങിക്കാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ എനിക്ക് തോന്നിയത് എല്ലാ കാലാവസ്ഥയിലൊന്നും അങ്ങനെ ഒരു പ്ലാന്റ് ഉണ്ടാവില്ല, അങ്ങനെയുള്ള ചെടികളൊന്നും ഞാൻ ചെയ്യുന്നില്ല. എല്ലാവർക്കും എല്ലായിടത്തും ഒരുപോലെ ഉണ്ടാകുന്ന ചെടികളാണ് ഞാൻ കൂടുതലും സെയിൽ ചെയ്യാറ്. ഈ ഒരു പ്ലാന്റ് കിട്ടാനുണ്ട്, പക്ഷേ സെയിൽ പോസ്റ്റ് ഇടാറില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു കുറേ ദിവസമായി കൊണ്ടുവച്ചിട്ട് മാറ്റി നടണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ എന്തൊക്കെ ഞാൻ വിചാരിച്ചു ഇതിൽ നട്ട് നോക്കിയാലും നോക്കാം. അങ്ങനെയാണെങ്കിൽ എളുപ്പമായിരുന്നു. കാരണം കറിയിലേൻ്റെ പൊടിയൊക്കെ ഇവിടെ ഒന്നും കിട്ടാനില്ല. ഇതുണ്ടോ അതിൻ്റെ തന്നെ പ്ലാന്റ്. ഇത് റെഡാ തോന്നുന്നുണ്ട്. ഇതിലൊക്കെ ശരിക്കും ഈ ഒരു കരിയിലേൻ്റെ ഒരു പൊടി മാത്രം കേട്ടോ, മണ്ണെന്നെ കാണുന്നില്ല ഇതിലൊന്നും ഉണ്ടോ. അപ്പോൾ ഈ ഒരു ഉമിയിൽ വെച്ചാൽ ഇതെന്താവോ എന്നറിയില്ല. എന്തായാലും ഞാൻ നിങ്ങളെ കാണിക്കാം, പിടിച്ച് കിട്ടുകയാണെങ്കിൽ. പിന്നെ എല്ലാവർക്കും ഇതുപോലെ ചെയ്തു നോക്കാമല്ലോ. അപ്പം ഈ ഒരു പ്ലാന്റ് ഇങ്ങനെ സെറ്റാക്കാം കേട്ടോ. ഇന്ന് ഒരുപാട് ചെടികൾ നട്ടു വയ്ക്കാനുണ്ടായിരുന്നേ. അപ്പോൾ ഇതാ നമ്മുടെ അസേലിയ പ്ലാന്റ് ഇതാ 6 പോട്ടുണ്ട്. അപ്പോൾ ഇവിടെ വലിയ പോട്ടിൽ ഞാൻ വേറെ വെച്ചിട്ടുണ്ട്, അത് ഫ്ലവറൊക്കെ ചെയ്യാറുണ്ട്. ഇത് പിന്നെ ഞാൻ കുഞ്ഞു തൈകൾ വാങ്ങിച്ചതായിരുന്നു. ഇത് കണ്ടോ നമ്മളെ പിങ്ക് ജാസ്മിന്, അതുപോലെ തന്നെ തെച്ചിയുണ്ട്. അങ്ങനെ ഒരുപാട് പ്ലാന്റ് ഞാനിവിടെ പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നില്ലേ. ഈ ഒരു പ്ലാന്റിൻ്റെ പേര് ചോദിച്ചിട്ട് ഞാൻ വീഡിയോ ഇട്ടിരുന്നു, പക്ഷെ ആർക്കും അറിയില്ല കേട്ടോ. ഇതുപോലെ കുറച്ച് ചെടികളൊക്കെ ഞാനിവിടെ പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തെച്ചിയൊക്കെ കണ്ടോ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്നുണ്ട്, മുട്ടിട്ടിട്ടുണ്ട്. ഇതൊക്കെ ഞാനിന്ന് സെറ്റാക്കി വെച്ച ചെടികളാണ് കേട്ടോ. നമ്മൾ വാങ്ങിക്കുമ്പോൾ കുഞ്ഞു പോട്ടിലാണല്ലോ, കുഞ്ഞു കവറിലല്ലേ കിട്ടുക. ഇതൊക്കെ മാറ്റി. ഇത് പിന്നെ എൻ്റെ APCകളാണ് കേട്ടോ. ഇവരിതായിപ്പോൾ ഇത്രയും വലുതായിട്ടുണ്ട്. ഇവരൊക്കെ ഇനി വലിയ പോട്ടിലേക്ക് മാറ്റി കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ.